ശ്രീമതി കെ രമ MLA നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി കെ രമ, ഇടതു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മുൻപ് ഇടതുപക്ഷം 2003 എടുത്ത നയം എന്താണോ അതിന് തികച്ചും വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും അതിലൂടെ ഉണ്ടാക്കിയ കോടികളെക്കുറിച്ചുള്ള കേസുകൾ കോടതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ വൻകിട സ്വകാര്യ ലോബിക്ക് വേണ്ടി കൃത്യമായി ഇടപെടൽ നടത്തുന്ന ഒരു ഇടതു നയം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ VM സുധീരൻ പറഞ്ഞ കാര്യങ്ങളോട് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? ശ്രീമതി കെ രമ. ബഹുമാനപ്പെട്ട സുധീരൻ അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഇടതു നയം ഇതൊരു ഇടതാണ് എന്നൊന്നും ഇപ്പോൾ ഒരു തരത്തിലും അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഓരോ നിലപാടുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും നയം മാറ്റമാണ്. സ്വകാര്യ മുതലാളിമാരെ, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തോട്ടപ്പള്ളിയിലെ വിഷയമെടുത്താൽ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ ഏകദേശം 11 വർഷമായി അവിടെ ഈ ഖനനം നടക്കുകയാണ്. IREL കമ്പനിക്കും KMML വേണ്ടിയിട്ട് KMML പോകട്ടെ, അത് കേരളത്തെ പൊതുമേഖലയാണ് എന്ന് പറയാം. പക്ഷെ IREL എങ്ങനെയാണ് ഈ ഒരു ഖനന കമ്പനിക്ക് ഇത്രമാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു സർക്കാർ കഴിയുന്നത് എന്നുള്ളതാണ്. അവിടെ ഈ വിഷയം 2021 സെപ്റ്റംബർ മാസം ഞാൻ നിയമസഭയിൽ സബ്സെക്ഷനിക്കലായിട്ട് ഇത് അവതരിപ്പിച്ചിരുന്നു. അന്ന് അവിടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അതിശക്തമായിട്ടാണ് അതിനെ എതിർത്തത്. അവിടുത്തെ മന്ത്രിമാർ എല്ലാവരും ഭരണപക്ഷം ഒന്നടങ്കം അതിനെ ഇതിവിടെ അവതരിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് പറഞ്ഞത്. അനധികൃതമായ ഖനനത്തിനെതിരെ നടപടിയെടുക്കണമെന്നും അത് ഒരു മേഖലയെ, ഒരു തീരത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്നുള്ളതും ഇവിടെ വൻതോതിൽ കയറ്റുമതികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനെതിരെ അന്ന് അതിരൂക്ഷമായി അവർ വിമർശിച്ചപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ അന്തർധാര ഒരു പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വളരെ കൃത്യമായി ആ അന്തർധാര എന്താണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. ഈ കരിമണൽ കർത്തയിൽ നിന്ന് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിയാണ് ഇവർ പോകുന്നത് എന്നുള്ളതാണ് ഞാനതിൽ പറയുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, മറ്റ് സ്ഥാപനങ്ങൾ വാങ്ങിയത് ഒക്കെ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ, മതസ്ഥാപനങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാവരുടേക്കും എങ്ങനെയാണ് വഴിവിട്ട സഹായം ഇവരിൽ നിന്ന് കിട്ടുന്നത്, ഈ കർത്തയിൽ നിന്ന്. പക്ഷെ അതിലൊരു പ്രശ്നം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്ന് പറയുന്ന അവര് ആ വ്യക്തി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു സേവനവും ചെയ്യാതെ ഈ കർത്തയിൽ നിന്ന് ഈ മാസപ്പടി കിട്ടിയത്, ഈ കമ്പനിയിൽ നിന്ന് മാസപ്പടി കിട്ടിയത് എന്നുള്ളതാണ്. അത് മറ്റൊരാൾ, ഞാനോ നിങ്ങളോ ഈ ഒരു ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു സേവനവും ചെയ്യാതെ നമുക്ക് കിട്ടുമോ? ആ കിട്ടിയത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ തരത്തിലേക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് കൊണ്ടാണ് ഈ കരിമണൽ കമ്പനിക്കെതിരെ ഒരക്ഷരം പറയാതെ ഇവർ ഇതിന് കൂട്ടുനിന്നത്. എത്ര വർഷം ിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ. അവിടുത്തെ സമരം ചെയ്ത ആ ജീവനക്കാർ വരെ ജോലി കാണാതായിരുന്ന സാഹചര്യം ഉണ്ടായി, മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇതിനെതിരെ സംസാരിച്ചപ്പോൾ, നിയമസഭയിൽ സംസാരിച്ചപ്പോൾ അവരെ എതിർത്ത വാദങ്ങൾ തീർച്ചയായിട്ടും അത് ഈ അന്തർധാരയാണ്. ഈ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ നിന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും, വഴിവിട്ട ആനുകൂല്യങ്ങളും, വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഇവർക്ക് ലഭിക്കുന്നത് അവിടെ നിന്നുള്ള ഈ കരിമണൽ. ശ്രീമതി കെ രമ, താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ അന്വേഷണ പരമ്പര റിപ്പോർട്ടർ തുടരും. വരും ഘട്ടത്തിലും കൂടുതൽ റിപ്പോർട്ടുകളുടെ പ്രതികരണങ്ങൾക്കായി വീണ്ടും എത്താം.